അയോധ്യയിൽ BJP തോൽക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുമെന്നും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി പിന്നിലാകുമെന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ? ഇല്ല, പക്ഷേ രണ്ടും സംഭവിച്ചു. ഇനി ഞാൻ പറയുന്നു, എഴുതി വെച്ചോ. ഗുജറാത്ത് നമ്മൾ ഭരിക്കും, ഗുജറാത്ത് നമ്മൾ പിടിക്കും. ഇതാണ് അഹമ്മദാബാദിലെ കോൺഗ്രസ് പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത്രയും ആത്മവിശ്വാസത്തോടെ രാഹുൽ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. അതിൽ പ്രധാന കാരണം അയോധ്യയിലെ BJPയുടെ ഞെട്ടിക്കുന്ന തോൽവി തന്നെയാണ്. അയോധ്യ ഉൾപ്പെടെ UPയിലെ ഫൈസാബാദ് മണ്ഡലം BJPയിൽ നിന്നും പിടിച്ചെടുത്തത് സമാജ്വാദി പാർട്ടിയിലെ അവധേഷ് പ്രസാദാണ്. മാത്രമല്ല BJPയുടെ സീറ്റ് 62-ൽ നിന്നും 33-ആയി ചുരുങ്ങുകയും ചെയ്തു. SPയും കോൺഗ്രസും ചേർന്ന സഖ്യമാണ് UPയിൽ BJPയെ തകർത്തത്. UPയും അയോധ്യയും പകർന്ന ആത്മവിശ്വാസമാണ് രാഹുലിന്റെ വാക്കുകൾക്ക് പിന്നിൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗുജറാത്തിൽ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനായി എന്നതാണ് ആത്മവിശ്വാസം പകരുന്നത്. 26 സീറ്റിൽ 26ഉം BJPക്ക് എന്ന പതിവ് തെറ്റിച്ചാണ് ഇത്തവണ ബനസ്കന്ത മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജനീബെൻ താക്കൂർ വിജയിച്ചത്. രാഹുലിന്റെ ആവേശത്തിന് ഒരു കാരണം ബനസ്കന്തയിലെ വിജയമാണ്. ഗുജറാത്തിൽ BJPയിലെ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നത് ഈ തർക്കത്തെ തുടർന്നാണ്. തീരുമാനങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന നേതൃത്വത്തിന് അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം മാത്രമെന്ന രീതിയാണ് ഗുജറാത്ത് BJPയിൽ കാലങ്ങളായി നടന്നുവരുന്നത്. ഇതിനെതിരെ പാർട്ടിക്കകത്ത് പ്രതിഷേധം ശക്തമാണ്. 95 മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് BJPയാണ്. തുടർച്ചയായി 7ാമത്തെ BJP സർക്കാർ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ മോദിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിലും ഭരണത്തിൽ മികവ് പോരാ എന്ന വിമർശനം ശക്തമാണ്. സംസ്ഥാനത്തെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനായാൽ 2027-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഇതാണ് ഗുജറാത്തിൽ ഭരണം പിടിക്കുമെന്ന രാഹുലിന്റെ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേന, ഉദ്ധവ്, NCP, ശരത് പവാർ വിഭാഗങ്ങൾക്കൊപ്പം സഖ്യമായി മത്സരിച്ച കോൺഗ്രസ് 13 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ആകെയുള്ള 48 സീറ്റിൽ 30ഉം ഇന്ത്യ സഖ്യം നേടി. 2019-ൽ 48-ൽ 41ഉം നേടിയ NDAക്ക് ഇത്തവണ കിട്ടിയത് 17 സീറ്റുകൾ മാത്രമാണ്. രാജസ്ഥാനിൽ 2019-ൽ വട്ടപൂജ്യമായിരുന്ന കോൺഗ്രസ് ഇത്തവണ 8 സീറ്റിൽ ജയിച്ച് BJPയെ ഞെട്ടിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അടുത്ത ലക്ഷ്യം ഗുജറാത്താണ്. ഗുജറാത്തിൽ കോൺഗ്രസ് പണി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 188 സീറ്റിൽ 156-ലും വിജയിച്ചത് BJPയാണ്. കോൺഗ്രസിന് കിട്ടിയത് 17 സീറ്റാണ്. 3 വർഷം മുന്നിലുണ്ട്. തന്ത്രങ്ങൾ മെനയാനും നടപ്പാക്കാനും വേണ്ടുവോളം സമയമുണ്ട്. ഗുജറാത്തിൽ ഭരണം ലക്ഷ്യമാക്കി കോൺഗ്രസ് പണി തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി കൃത്യമായ കണക്കുകൾ മുന്നിൽ വച്ചുകൊണ്ട് തന്നെയാണ് ഗുജറാത്ത് പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്.